ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഇത് കഴിക്കാം. അരി കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തേക്കാൾ വളരെ ഹെൽത്തിയാണ്. ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രമേഹ രോഗികൾക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അപ്പമാണിത്. ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ചെറുധാന്യങ്ങളിൽ പെട്ടതാണ് റാഗി. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പാലിൽ കാച്ചി കൊടുക്കാറുണ്ട്. നല്ല ആരോഗ്യമാണ് ഇത് കഴിച്ചാൽ. അപ്പോൾ ഈ റാഗി അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കഴുകിയെടുക്കാം. ഇതിൻ്റെ പുറത്തുള്ള പൊടിയും അഴുക്കൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വരാം. ഞാനത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിടുന്നത്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെള്ളത്തിലേക്ക് കുതിരാനിടുന്നത്. അപ്പോൾ ഏകദേശം 8-10 മണിക്കൂർ ഇത് കുതിരും. അപ്പോൾ അരച്ചെടുത്താൽ നല്ല ക്രീമി ആയിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും. പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. ഇത് നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. കുതിരുമ്പോഴാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും പതഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി. ഇത് ഞാൻ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ വറുത്ത പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി 1/2 കപ്പ് അളവിൽ വെള്ളം എടുത്ത് അതിൻ്റെ പകുതി ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ജാറിലെ അരപ്പ് 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ലൂസാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം. പൊങ്ങിയതിന് ശേഷം കൂടുതൽ കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ്. കുറച്ചുകൂടി നേരം വെച്ചാൽ ഇത് പുറത്തേക്ക് പോകും. നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങിയിരിക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് കറക്റ്റാണ്. ചില അരിപ്പൊടി കൂടുതൽ വെള്ളം കുടിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് കൂടുതൽ കട്ടിയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് 1 തവി വീതം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് പരത്തിയതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. 2 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. 3 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ 2ാമത്തെ അപ്പമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മൂടി വെച്ച് 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ നൈസായിട്ടുള്ള അപ്പമാണ്. നല്ല ലേസ് പോലെയാണ് അപ്പം ഇരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നൈസായിട്ടുള്ള അപ്പമാണ്. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇത് ലാസ്റ്റ് അപ്പമാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. അരികു മുരിഞ്ഞ അപ്പം കുട്ടികൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് കടിച്ച് കഴിക്കാൻ പറ്റും. അത് കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം, ക്രിസ്പി ആയിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം.
വളരെ ടേസ്റ്റിയാണ്. ഇത് വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറി, മട്ടൺ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അരിയപ്പത്തേക്കാൾ വളരെ ഹെൽത്തിയാണ് ഈ റാഗി അപ്പം. അപ്പോൾ റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.